ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ഡയറിയൊക്കെ ആയിട്ട് വന്നത് എൻ്റെ ഡയറിയിൽ ചെയ്ത കുറച്ച് ജേർണലിങ്സ് കാണിക്കാനാണ്. ഇത് ഞാൻ സപ്ലൈസൊക്കെ വെച്ച് ചെയ്ത ഫസ്റ്റ് ജേർണലിംഗ് ആണ് ആൻഡ് ഉണ്ടാക്കിയതും ആ ഒരു ടൈമിലാണ്. പിന്നെ കാണിച്ച രണ്ടെണ്ണം എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് ചെയ്തതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതെനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ വെച്ച് ചെയ്തിട്ട് അത്രയും നല്ലോണം കൊള്ളാവുന്ന ആദ്യമായിട്ടാണ്. അത് സെല്ലോ ടിപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് കൊളാക്കിയത്. അതിൻ്റെ ശേഷം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് ഇഷ്ടപ്പെടാഞ്ഞത്. ഇത് ഞാൻ യാ സിസ്റ്റേഴ്സ് എന്നുള്ളൊരു ചാനൽ നോക്കി ചെയ്തായിരുന്നു, ബട്ട് അതുപോലെയൊന്നും ആയില്ല. ഇത് ഞാനൊരു ബ്ലാക്ക് കളർ മാത്രം യൂസ് ചെയ്തൊരു ജേർണലിംഗ് ആയിരുന്നു. ആ പേർപ്പിൾ കൊളാക്കിയ കാരണം, ചെറുതായിട്ടൊന്ന് കൊളായ കാരണം ഞാൻ ഗ്രീന്, ഫുൾ ഓഫ് ഗ്രീന് യൂസ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. ബട്ട് നല്ല രീതിക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ പേജ് കയറി. അല്ലേലും ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മളത് പെടാതെ ആക്കും. ബട്ട് സ്റ്റിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബ്രൗൺ എന്ന് പറയുന്ന കോളായി, ഞാൻ കുത്തിവരയൊക്കെ ഇട്ട് കോളായി, നല്ല ഭംഗിയുണ്ടായിരുന്നു ഫസ്റ്റ് കാണാൻ. പിന്നെ കുത്തിവര ഇട്ട് കോളാക്കിയതാണ്. ആൻഡ് പിന്നെ ഞാൻ പൗച്ചൊന്നും യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാതെ വെച്ചു. പിന്നെ ആ ബ്രൗൺ കോളാക്കിയതിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജേർണലായിട്ട് ഒന്ന് ചെയ്തു. പിന്നെ ബ്ലൂ ചെയ്തു. പിന്നെ ഈ പിങ്ക്, അതിൽ കിടക്കണ ആ 3 കുട്ടികളിലെ എന്ത് നല്ല ഭംഗിയിലാണ് കിടക്കണേ. പക്ഷേ ആ 3 കുട്ടികളെ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇത് ഞാൻ കടൽ ക്ലൗഡ് നോക്കി ചെയ്തതാണ്, ബട്ട് ഞാൻ കിട്ടിയൊരു ഓർമ്മയിൽ ചെയ്തതാണ്. അങ്ങനെ കോപ്പി അടിച്ച് അച്ചടിച്ച് വെച്ചിട്ടില്ല. എന്തായാലും ഇത്രയാണ് എൻ്റെ ജേർണൽസ്. പിന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇങ്ങനെ സപ്ലൈസ് വെച്ച് ജേർണലിങ് ചെയ്യണമെന്നും താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ജേർണൽ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് കാണിച്ചു തരണമെന്നും നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ഇത് ഒന്നും കൂടി ബെറ്റർ ആക്കണോ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്തുതരാം. ആൻഡ് ദെൻ ഇത്രയാണ് ഇപ്പം എൻ്റെ ജേർണൽസിലുള്ളത്. പിന്നെ ജേർണൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അറിയാത്തവരുണ്ടാവില്ല, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ മിക്കതും ജേർണലിങ് വീഡിയോസൊക്കെ വരാറുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാണ്. ജേർണലിങ് നമ്മളെ മൂഡിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജേർണലിങ് ചെയ്യൽ. ജേർണലിങ് ഞാൻ ചെയ്തേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ജേർണൽ ചെയ്ത ശേഷം ഡെയിലി ഞാൻ ജേർണൽ ചെയ്യാറുണ്ട്. ഇപ്പോഴതിൻ്റെ ശേഷം ചെറുതായിട്ട് അതങ്ങ് മാറ്റി വെച്ചു. കാരണം ഇപ്പോൾ സ്കൂള് തുറന്ന്, അപ്പോൾ പിന്നെ അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ ഒന്നാമത് കുറച്ച് മടിയാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജേർണലിങ് നല്ല സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. യെസ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയാണുള്ളത്. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ടോ താഴത്ത് കമൻറ്റ് ചെയ്യുക. പോയിട്ട് വരാം. Ta-da!